നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാമല്ലോ, ഭുഷി ഡാമിൽ ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന അതിദാരുണമായിട്ടുള്ള സംഭവം. അപ്പോൾ അന്ന് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഇതിൽ രക്ഷപ്പെട്ട കുറച്ച് ആളുകളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്നുള്ളതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇതൊന്ന് ചുരുക്കി പറയാം. ഒരു ഞായറാഴ്ചയായിരുന്നു ഈ അതിദാരുണമായിട്ടുള്ള സംഭവം നടന്നത്. പൂനെയിലെ ഹദാബ്സറിൽ നിന്നുള്ള ലിഖായത്ത് അൻസാരിയുടെയും യൂനുസ് ഖാനിൻ്റെയും കുടുംബാംഗങ്ങൾ ഭൂഷി ഡാം സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 17-18 കുടുംബാംഗങ്ങൾ ഭൂഷി ഡാമിന് പിന്നിലെ വെള്ളച്ചാട്ടത്തിലെത്തി. നിർത്താതെ പെയ്യുന്ന മഴയിൽ ജലനിരപ്പ് പൊടുന്നനെ ഉയർന്നതിനെ തുടർന്ന് 10 കുടുംബാംഗങ്ങൾ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങി മുങ്ങി മരിക്കാൻ തുടങ്ങി. ഇവരിൽ 5 പേരെ വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ കാഴ്ചയാണ് ഇവിടെ ഷെയർ ചെയ്തിരുന്നത്. മുൻപ് കാണിച്ചത് ഈ രംഗം ഉൾപ്പെടുത്താനായിട്ട് അന്ന് സാധിച്ചില്ല. പിന്നെ 5 പേരെ കാണാതാവുകയും ചെയ്തു. ഹദാബ്സറിലെ ഒരു പള്ളിയിലെ മൗലാനയായ സൽമാൻ അൻസാരി ജൂൺ 27 വ്യാഴാഴ്ച ഒരു വിവാഹ ചടങ്ങിനായി ബന്ധുക്കളോടൊപ്പം ഒത്തുകൂടി. ഞായറാഴ്ച അവധിയായതിനാൽ ഒരു ദിവസത്തെ യാത്രയ്ക്കായി ലോണാവാല സന്ദർശിക്കാൻ കുടുംബം തീരുമാനിച്ചു. രാവിലെ എത്തിയ അവർ പകൽ ആസ്വദിക്കാൻ വെള്ളത്തിലിറങ്ങി. തുടക്കത്തിൽ ജലനിരപ്പും കുറവായിരുന്നു, പക്ഷേ അവ പെട്ടെന്ന് ഉയർന്നു. കുടുംബത്തെ സുരക്ഷിതമായി പിടികൂടി അവർ പരസ്പരം മുറുകെ പിടിച്ച് സഹായം തേടാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്ക് അവരെ കീഴടക്കി. കാഴ്ചക്കാർ മരക്കൊമ്പുകളൊക്കെ എറിഞ്ഞ് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അവരുടെ ശ്രമം അപ്പാടെ പാഴായിപ്പോയി. ഇന്ത്യയിൽ നിന്നുള്ള ഈ വീഡിയോ ലോകമെമ്പാടും അങ്ങേ അറ്റം ഈ ദയനീയമായ കാഴ്ച കണ്ട് മനസ്സ് മരവിച്ച അവസ്ഥയിലാണ്. അള്ളാഹു ഇവർക്ക് ജന്നയിൽ ഉന്നത പദവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള അത്തരം പ്രദേശങ്ങളിലേക്ക് ആളുകളെ പോകുന്നത് തടയുന്ന ചില പ്രോട്ടോക്കോളുകളോ നിയമങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. കൂടാതെ ഹെലികോപ്റ്ററും എമർജൻസി സർവീസ് ഇതൊക്കെ അത് ഒന്നുമില്ലെങ്കിൽ പ്രാദേശിക അധികാരികൾക്ക് ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ദുഃഖകരമായ അവസ്ഥ. വാർത്തകൾ കണ്ടിട്ട് മനസ്സങ്ങ് മരവിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മുങ്ങി മരിച്ചവർ പുനെയിൽ നിന്നും വന്നവരാണ്. അവർ യഥാർത്ഥത്തിൽ ആഗ്രയിൽ നിന്നുള്ളവരും പൂനെയിൽ ഒരു കല്യാണത്തിന് വേണ്ടി വന്ന് ഒരു 17 പേര് ഉൾപ്പെട്ട ആളുകൾ ലോണാവാലയിൽ പോയി. സ്വകാര്യതയുടെ പേരിൽ ആളില്ലാത്തൊരു സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. അവർ തിരഞ്ഞെടുത്ത സ്ഥലം ഡാം തുറന്നപ്പോൾ വന്ന് വെള്ളത്തിനുള്ള പാതയാണെന്ന് പാവം അവരറിഞ്ഞില്ല. സങ്കടകരമെന്ന് പറയട്ടെ, അവർ അവിടെ ആസ്വദിച്ചു കൊണ്ടിരുന്ന സമയം അണക്കെട്ട് തുറക്കുകയും അതിൽ 17 പേരിൽ 5 പേർ മുങ്ങി മരിക്കുകയും ചെയ്തു. കുറച്ച് മണിക്കൂർ മുമ്പ് വരെ അവരിൽ 4 പേര് മാത്രമേ കണ്ടെത്തിയുള്ളൂ. പിന്നീട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ തേടി കണ്ടുപിടിക്കാനുള്ള രക്ഷാപ്രവർത്തകരുടെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഒഴുക്ക് കാരണമായോ അതോ സ്വാഭാവികമായിട്ടോ നടന്നതെന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല. പ്രദേശത്ത് മൺസൂൺ ആരംഭിച്ചതിന് ശേഷം ഭുഷി ഡാം, ഖുബാത്ത് തലാബ്, ടാറ്റ ഡാം, തുങ്കർക്കലി ഡാം, രാജ്മാച്ചി പോയിന്റ്, കുനേഗാവ്, കുറുവന്തെ പോയിന്റുകൾ എന്നിവ സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭവ വികാസത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ലോണാവാല സിറ്റി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു, 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ബാക്കിയുള്ള മൃതദേഹങ്ങൾക്കൊക്കെ തിരച്ചിൽ നടത്തി അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുപോലെ ഈ മഴയുടെ പ്രവർത്തനം കാരണം ജലനിരപ്പ് ഗണ്യമായി വർദ്ധിച്ചു. 163 മില്ലിമീറ്ററായ ലോണാവാലയിൽ ജൂൺ 30 ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പോലീസുമായി സഹകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പോയിന്റുകളിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് കുന്നുകളും നിരവധി വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. അവയുടെ വെള്ളം നേരിട്ട് ഡാമിൻ്റെ റിസർവോയറിലേക്കാണ് ഒഴുകുന്നത്. അണക്കെട്ട് തന്നെ കര കവിഞ്ഞൊഴുകി ഞായറാഴ്ച ആയതിനാൽ നിരവധി സഞ്ചാരികളെ ആകർഷിച്ചു. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ തടയാൻ അധികൃതരുമായി ജാഗ്രതയുടെയും സഹകരണത്തിൻ്റെയും ആവശ്യകത ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിരവധി സഞ്ചാരികൾക്കുള്ള സുരക്ഷാ മുൻകരുതലുകൾ വിനോദസഞ്ചാരികൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ
ഇനി പറയുന്ന മുൻകരുതലുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി, അപരിചിതമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ അറിവുള്ള ഒരു ഗൈഡിനെ തിരഞ്ഞെടുക്കുക. പ്രഥമ ശുശ്രൂഷ സാമഗ്രികൾ കരുതുക. കാലാവസ്ഥ പ്രവചനങ്ങൾക്കനുസരിച്ച് ട്രക്കുകളൊക്കെ ആസൂത്രണം ചെയ്യുക. ജലാശയങ്ങളിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കുക. മദ്യപാനം ഒഴിവാക്കുക. രക്ഷാപ്രവർത്തകർ, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ കോൺടാക്ട് നമ്പറുകൾ സ്വീകരിക്കുകയും മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിൽ ജാഗ്രത പാലിക്കുകയും ചെയ്യുക. വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലും പടവുകളിലും ശ്രദ്ധയോടെ നടക്കുക. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോകളോ സെൽഫികളോ എടുക്കുന്നതൊക്കെ ഒഴിവാക്കുക. അനിയന്ത്രിതമായ പെരുമാറ്റം, സ്റ്റണ്ടുകൾ അല്ലെങ്കിൽ അമിതമായ ഉത്സാഹം എന്നിവയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. വിനോദസഞ്ചാരികൾക്കുള്ള പ്രധാന ഓർമ്മപ്പെടുത്തലുകൾ: മുങ്ങി മരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് അശ്രദ്ധ മൂലം യുവാക്കൾ പലപ്പോഴും ഇരകളാകുന്നു. മൺസൂൺ ടൂറിസത്തിൽ കൂടുതൽ ജാഗ്രത എപ്പോഴും ആവശ്യമാണ്. കൃത്യമായ പരിചരണം നൽകിയില്ലെങ്കിൽ മനുഷ്യൻ്റെ പിഴവുകളാലോ പ്രകൃതി ദുരന്തങ്ങളാലോ ഇതുപോലുള്ള അപകടങ്ങൾ ഇപ്പോൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. പകച്ചു നോക്കി നിൽക്കുകയല്ലാതെ മനുഷ്യർ പോലും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരു പാഠമായി ഉൾക്കൊള്ളേണ്ടതും ഭാവിയിൽ ഇതുപോലെ അനിഷ്ട സംഭവങ്ങളും ദാരുണമായിട്ടുള്ള സംഭവങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് അത്യന്തം ശ്രദ്ധ പാലിക്കേണ്ടതും ഇവിടെ വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോവുമായിട്ട് അടുത്തത് വരുന്നത് വരെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.